നമ്മളെ അടിച്ചവൻ, നമ്മളെ ശകാരിച്ചവൻ, നമ്മെ അവഹേളിച്ചവൻ, അവനൊന്നും പകരം ചെയ്യരുത്, അവനിക്ക് മാപ്പ് കൊടുക്കണം എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഉൾക്കൊള്ളാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയുമെന്ന് അറിയില്ല. എന്നാൽ അല്ലാഹു തആല പറയുന്നത് അത് ഉൾക്കൊള്ളണമെങ്കിൽ കുറച്ച് പ്രയാസങ്ങളുണ്ട്. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അദീം. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണമെങ്കിൽ, അങ്ങനെ ഒരു മൈൻഡ് ഒരാളുടെ മനസ്സിലുണ്ടാകണമെങ്കിൽ അത് നന്നായി ക്ഷമിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നിർത്തിയില്ല. വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അദീം. നല്ല മഹത്വമായ സൗഭാഗ്യമുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നാണ് അല്ലാഹു തആല പറഞ്ഞ് അവസാനിപ്പിച്ചത്. അത് വല്ലാത്തൊരു മൈൻഡാണ്, വല്ലാത്തൊരു നിലപാടാണ്. ആ നിലപാടായിരിക്കണം സത്യവിശ്വാസിയുടേത് എന്നതാണ് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ ഭരണാധികാരിയായ ഒരു സമയം ബനൂ ഹനീഫ ഗോത്രത്തലവൻ സുമാമത്ത് ബിൻ ഉസാലിനെ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആരാണ് സുമാമത്ത് ബിൻ ഉസാല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടിയിട്ട് നിരവധി അവസരങ്ങളെ കാത്തിരുന്ന് കിട്ടിയ സമയം എവിടെന്നെങ്കിലും നബിയെ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് വധിച്ചു കളയാമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്നൊരു വ്യക്തിയാണ്. എന്ന് മാത്രമല്ല, നിരവധി സ്വഹാബികളെ ചതിയിൽ കൂടെ കൊന്നുകളഞ്ഞ ഒരു ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു അയാൾ. ഇസ്ലാമിനെ വല്ലാതെ ദ്രോഹം ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾ. ഇസ്ലാമിക രാജ്യത്തിന് വലിയ ദ്രോഹം ഉണ്ടാക്കിയിട്ട്, മദീനയ്ക്ക് വലിയ ദ്രോഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുമാമത്ത് ബിൻ ഉസാലിനെ പിടിച്ചു കൊണ്ടുവരണം, അറസ്റ്റ് ചെയ്തു കൊണ്ടുവരണം. സ്വഹാബികളെ അയാളെ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് മദീനയിലെ ലോക്കപ്പില് ആ മനുഷ്യനെ ഇടുന്നുണ്ട്. മദീനയുടെ തൂണോട് കൂട്ടി അയാളെ ബന്ധിക്കുന്നുണ്ട്. എന്നിട്ട് മദീനയുടെ ഭരണാധികാരിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വധിക്കാൻ തക്കം കാത്തിരുന്ന ആ മനുഷ്യന്റെ മുന്നിലേക്ക് വരുന്നു. തന്റെ അനുയായികളെ, നിരവധി അനുയായികളെ വഞ്ചിച്ച് ചതിച്ച് കൊന്നുകളഞ്ഞ ആ മനുഷ്യന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. ആ മനുഷ്യനോട്, സുമാമത്ത് ബിൻ ഉസാലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നൊരു ചോദ്യം, നീ എന്നെ സംബന്ധിച്ച് ഇന്ന് എന്താണ് വിചാരിക്കുന്നത് എന്ന്, ഞാൻ നിനക്കെതിരെ എന്ത് നടപടിയെടുക്കുമെന്നാണ് നീ കരുതുന്നത്? ഇത് പറഞ്ഞപ്പോ സുമാമത്ത് ബിൻ ഉസാലിന്റെ ഒരു മറുപടിയുണ്ട്. യാ മുഹമ്മദ്, മാ ഇൻദക ഖൈറൻ, നിന്നിൽ നിന്ന് ഒരു നന്മയല്ലാതെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നീ എനിക്കെതിരെ കൊലക്കുറ്റം ചുമത്തുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനർഹനാണ്. ഇനി അതല്ല, നീ എന്നോട് കരുണ കാണിക്കുകയാണെങ്കിൽ ആ കരുണയ്ക്ക് പകരം നന്ദി കാണിക്കാൻ ഞാൻ അർഹനാണ്. ഞാൻ അത് നന്ദി കാണിക്കേണ്ടവനാണ്. ഇനി ഇൻകുന്ത തുരീദുൽ മാല ഫസൽതുഅത മിൻഹു മാ ശിഅത, മുഹമ്മദേ, നീ എന്നെ പിടിച്ചു കൊണ്ടുവന്നിട്ട് എന്നിൽ നിന്ന് മോചനദ്രവ്യമായിട്ട് സമ്പത്താണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ചോദിച്ചോ, എത്ര വേണമെങ്കിലും തരാൻ തയ്യാറാണ്. ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങുകയല്ല ചെയ്തത്. സ്വഹാബത്തിനോട് പറയുന്നു, ഒന്നും രണ്ടും ദിവസങ്ങൾ ഈ ചോദ്യവും ഈ മറുപടിയും ആവർത്തിച്ചപ്പോ രണ്ടാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സുമാമത്ത് ബിൻ ഉസാലിനെ അഴിച്ചു വിട്ടേക്കാൻ, അയാളെ പുറത്ത് വിട്ടേക്കാൻ, ജാമ്യത്തിൽ വിട്ടേക്കാൻ. അങ്ങനെ അദ്ദേഹം പുറത്തു പോകുന്നു. പുറത്തുപോയി കുളിച്ച് ശുദ്ധിയായിക്കൊണ്ട് വന്നിട്ട് അയാൾ പറയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ മുഹമ്മദ്, വല്ലാഹി മാ കാന അലല്ലി വജ്ഹൻ നബ്ഗദു ഇലാ മിൻ വജ്ഹിക, മുഹമ്മദേ, പടച്ചവനാൽ തന്നെയാണ് സത്യം, നിന്റെ മുഖം പോലെ എനിക്ക് ദേഷ്യമുള്ളൊരു മുഖം ഭൂമി ലോകത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന്
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖം നിന്റേതാണ്. നിന്റെ നാട് പോലെ എനിക്ക് ദേഷ്യമുള്ളൊരു നാട്, എൻ്റെ ജീവിതത്തിൽ ഒരു നാട്ടിനോട് അത്ര ദേഷ്യം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് ഇന്നിതാണ്. നിന്റെ മതത്തോട് എനിക്കുള്ള പക, ആ മതത്തോട് എനിക്കുള്ള വിദ്വേഷം, അത്രയും വിദ്വേഷമുള്ളൊരു മതവും എനിക്കുണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ്. ഇങ്ങനെ പറഞ്ഞതിന്റെ ശേഷം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് ഷഹാദത്ത് ചൊല്ലുന്നുണ്ട്. എന്നിട്ട് ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, അവ്വല മുഅ്തമറൻ ഫിൽ ഇസ്ലാം, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഉംറ നിർവഹിച്ച മനുഷ്യൻ. ആദ്യമായിട്ട് ഉംറ നിർവഹിക്കുകയും അവ്വല യദ്ഖുലു മക്കത്ത മുലബ്ബിയൻ, തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിലേക്ക് ആദ്യമായി കടന്നു വന്ന മനുഷ്യനും അദ്ദേഹമാണ്. ചരിത്രം അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്താണ് നമുക്ക് ഈ സംഭവം പഠിപ്പിക്കുന്നത്? ഏതൊരു മനുഷ്യനോടും നല്ല നിലയിൽ തിന്മ കൊണ്ടല്ല നന്മ കൊണ്ട് പ്രതിരോധിക്കണം എന്നതാണ് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് കയറി ചെന്നാൽ ഒരുപാട് കമന്റുകൾ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ, പ്രവാചകൻ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, മതത്തെ നിന്ദിക്കുന്ന രീതിയിൽ, ഖുർആനിനെ അവഹേളിക്കുന്ന രീതിയിൽ, അള്ളാഹുവിനെ തോന്നിവാസം പറഞ്ഞുകൊണ്ട രീതിയിൽ, ഇത്തരം രീതികളിൽ ഒരുപാട് കമന്റുകൾ കാണുമ്പോൾ അതേ രീതിയിലുള്ള കമന്റുകളല്ല നമ്മൾ തിരിച്ചിടേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വർത്തമാന യുഗത്തില് അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്, വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇത് വിശ്വാസിക്ക് ഒരു പാഠമാണ് ഈ സംഭവം. നിങ്ങൾ നോക്കിയതുപോലെ മറ്റൊരു സംഭവമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലേക്ക് ഒരു സംഘം ജൂതന്മാരെ കടന്നു വരുന്നുണ്ട്. നമ്മൾ കേട്ടതാണ്. അവർ കടന്നു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, അസ്സലാമു അലൈക, നബിയെ അങ്ങേക്ക് മരണം സംഭവിക്കട്ടെ എന്നതാണ് അതിന്റെ അർത്ഥം. മുഹമ്മദെ അങ്ങേക്ക് മരണം സംഭവിക്കട്ടെ എന്നതാണ് ഇതിന്റെ അർത്ഥം. ഈ വാക്ക് ആയിഷ റളിയല്ലാഹു അൻഹാക്ക് മനസ്സിലാവുകയും ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചങ്ങോട്ട് പറയുന്നുണ്ട്, വഅലൈക്കുമുസ്സലാം വല്ലഅന, നിങ്ങൾക്കും മരണം സംഭവിക്കട്ടെ, നിങ്ങൾക്ക് ശാപം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മഖിലയ ആയിഷ, ഒന്ന് അടങ്ങ് ആയിഷ, ഒന്ന് അടങ്ങ്. യുഹിബ്ബുല്ലാഹു റിഫ്ഖ ഫി അംരി കുല്ലിഹി, എല്ലാ കാര്യത്തിലും നന്മ മാത്രമാണ് പടച്ചവൻ ഇഷ്ടപ്പെടുന്നത് എന്ന്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്ത ആ ഒരു ക്ലാസ് ഉണ്ടല്ലോ റസൂല്, ആ ഒരു ഉപദേശമുണ്ടല്ലോ റസൂല്, ആ ഉപദേശം ആയിഷ ബീവിയുടെ ജീവിതത്തിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല. പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ വരുന്ന ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ഓരോരുത്തരും പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. യുഹിബ്ബുല്ലാഹു റിഫ്ഖ ഫി അംരി കുല്ലിഹി എന്നുള്ള വാക്ക്, എല്ലാ കാര്യത്തിലും നന്മയാണ് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.